ഗുഡ് മോർണിംഗ്. ഷെബിനി വാസുദേവൻ രചിച്ച പുസ്തകത്തിൻ്റെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ ചർച്ചയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം നമ്മൾ ഇതുവരെ വായിച്ച മലയാളത്തിലുള്ള ഭാരതത്തിൻ്റെ വേർഷനുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുസ്തകം വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെയാണ് ഷെബിനി വാസുദേവൻ അത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹരിതം ബുക്സ് വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ഈ ഒരു ചർച്ച ഈ സമകാലിക അവസ്ഥയിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്, വിവർത്തക, പ്രിയപ്പെട്ട ഷെബിനി വാസുദേവൻ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും ഹരിതം ബുക്സിൻ്റെ സിഇഒയുമായ അഡ്വക്കേറ്റ് പ്രതാപൻ ഡായാട്ടാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പുസ്തകത്തെക്കുറിച്ച് 2 പേരാണ് നമ്മുടെ മുന്നിൽ ചർച്ച ചെയ്യുന്നത്. ചർച്ചയായിട്ടും സംവാദമായിട്ടും പുസ്തകത്തിൽ നിന്നുകൊണ്ടും മഹാഭാരതത്തിൽ നിന്നുകൊണ്ടുമുള്ള ഒരു വ്യത്യസ്തമായ ഒരു അവതരണ ചർച്ചാ രീതിയാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിവിടെ ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരനും പ്രഭാഷകനും ചിന്തകനുമൊക്കെയായ അനിൽ വേങ്ങോട് മാഷാണ്. അനിൽ വേങ്ങോടിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്, ഈ ചർച്ചയെ സജീവമാക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ BC മോഹൻ അയിലൂരാണ്. നോവലിസ്റ്റ്, ബാലസാഹിത്യകാരൻ, അധ്യാപകൻ, ചിന്തകൻ, പ്രഭാഷകൻ എന്ന രീതിയിലൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട BC മോഹൻ അയിലൂർ. BC മോഹൻ അയിലൂരിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഒരുപാട് വേദികളിൽ ഇതേ സമയത്ത് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്, പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു ചെറിയൊരു സദസ്സാണ്. പക്ഷേ ഇത്തരമൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സദസ്സിനേക്കാൾ കൂടുതൽ അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ പ്രസ്ഥാനങ്ങളാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇവിടെ എത്തിയ എല്ലാവരെയും വളരെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രതാപൻ ഡായാട്ടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഹരിതം ബുക്സിൻ്റെ 25ാം വർഷമായിരുന്നു കടന്നുപോയത്. ഇപ്പോഴത് 26ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഈ 25 വർഷത്തിൻ്റെ ഇടയിൽ കുറേ നല്ല പുസ്തകങ്ങൾ ചെയ്യണം ഒരു ജൂബിലി വർഷത്തിൽ. ഏത് പ്രസാധകൻ്റെയും ആഗ്രഹമായിരിക്കും അത്. ലീലാവതി ടീച്ചറുടെ ഒരു തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ ഒരു 6000-ഓളം പേജുകളിൽ ഞങ്ങൾ ഈ വർഷം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പുസ്തകങ്ങൾ. P. രാജീവ് മന്ത്രി, അത് ഇറങ്ങിയ പുസ്തകം ഒരു 700-ഓളം പേജുകളിൽ. ONVയുടെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ 1200-ഓളം പേജുകളിൽ. ഇങ്ങനെ ഞങ്ങൾക്ക് എക്കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന കുറേ പുസ്തകങ്ങൾ, മലയാളത്തിന് ഓർമ്മിക്കാൻ കഴിയുന്നത് കൂടി, പ്രസാധകന് മാത്രമല്ല. അത്തരമൊരു പുസ്തകം പ്ലാൻ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഷെബിനിയുടെ കഥാരഹിതിപ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നത്. അത് ഇന്ന് ഞാനിപ്പം ഷെബിനിയോട് സംസാരിച്ചിരുന്നു. ഒരു BA മലയാളം, ഇപ്പം അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു. അത് ഞാനൊരു അഡ്വക്കേറ്റാണെന്ന് ഓർക്കുന്നത് തന്നെ ചിലപ്പോൾ ഇത്തരം ചില ഘട്ടങ്ങളിലാണത്. 25 വർഷമായിട്ട് പ്രാക്ടീസും ഒന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രാക്ടീസ്. അപ്പം ഒരു BA മലയാളംകാരനായിട്ട് പോലും സരള മഹാഭാരതം എന്ന് പറഞ്ഞൊരു സംഭവം ഒറീസയിലുള്ളതാണ്, ഒഡിയ ഭാഷയിലുള്ളതാണ്. നമ്മുടെ എഴുത്തച്ഛനൊക്കെ സമകാലീനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം ഇവിടത്തേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു സംശയവും അതിലില്ല. ഒരു പ്രസാധകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നൊരു പുസ്തകം തന്നെയാണത്. അപ്പം ഷെബിനിയെ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഷെബിനിയുടെ പുസ്തകങ്ങൾ ശകുനിയാണെന്ന് തോന്നുന്നു മാതൃഭൂമി ബുക്സ് ചെയ്തിട്ടുണ്ട്, ചിന്ത ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിലാണ് അവർ, പ്രവാസിയാണ്. പ്രവാസി എന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങളുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അതൊരു വർഗീകരണമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ. എന്തായാലും പ്രവാസ ജീവിതമാണുള്ളത്. ആ പ്രവാസ ജീവിതത്തിൽ നിന്നാണിത് ഈ പുസ്തകം സംഭവിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുസ്തകത്തെക്കുറിച്ച് അവരാണ് ഇന്നത്തെ പ്രധാന കേന്ദ്ര കഥാപാത്രം. അവരോടാണ് നമുക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ളത്. ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകം നിർമ്മിക്കപ്പെട്ടത്, ഉണ്ടാക്കപ്പെട്ടത്, ആദ്യമായിട്ട് ഈ പുസ്തകം ചെയ്യണമെന്നുള്ള ബോധ്യം വന്നത്, ഇത്തരം കുറേ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അനിൽ വേങ്ങോട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അനിൽ അധ്യാപകനാണ്. തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ അനിൽ സംസാരിക്കട്ടെ. അനിൽ സംസാരിക്കുന്നതോടൊപ്പം നമ്മുടെ ചർച്ചയെ ഒന്നുകൂടി സജീവമാക്കാൻ വേണ്ടി അയിലൂർ മാഷ് അദ്ദേഹമുണ്ട്. സ്റ്റേജിലേക്ക് കയറി വന്നില്ലെങ്കിലും അദ്ദേഹം ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കുന്നു. അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹവും സംസാരിക്കുന്നു. അപ്പോൾ ഇതിൽ എനിക്കൊരു ചോദ്യം, ആദ്യമായിട്ട് ഷബിനിയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യം, വല്ലാത്തൊരു കാലമാണിത്, ഒരു സംശയവുമില്ല. വല്ലാത്തൊരു കാലമാണ് എന്ന് പറഞ്ഞാൽ, ക്ലോക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും വല്ലാത്തൊരു കാലമാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞാൻ സമാധാനിച്ചിരുന്നു, കാലം അത്ര മോശമല്ല, ബെറ്ററാണ് കാലം എന്നുള്ളത്. കാരണം അസഫ് അലി എന്ന് പറഞ്ഞ മൺമറഞ്ഞു പോയ രാഷ്ട്രീയക്കാരനെക്കുറിച്ച്, കവിയെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു. അസഫ് അലിക്ക് 40 വയസ്സുള്ളപ്പോൾ 18 വയസ്സുള്ള അരുണ അസഫ് അലിയെ, ക്വിറ്റ് ഇന്ത്യ സമര നായികയായ അരുണ അസഫ് അലിയെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു. ഹിന്ദു മുസ്ലിം അന്നൊക്കെ വലിയ പ്രശ്നമാണത്. അങ്ങനെ ആസഫ് അലിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആസഫ് അലി എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക, ഡിപ്രഷൻ വന്ന് മരിച്ചു പോയ ഒരേ ഒരു രാഷ്ട്രീയക്കാരനാണ് ആസഫ് അലി. എന്ന് പറയുന്ന ഒരു കവി മനസ്സായിരിക്കാം അതിലൊക്കെ ഉണ്ടായത്. അപ്പോൾ 46 ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 7 മിനിസ്റ്റേഴ്സ് കൂടിയിട്ട് ഒരു മിനിസ്ട്രി വന്നപ്പം, റെയിൽവേ മിനിസ്ട്രി ആയിരുന്നു ഇയാൾ കൈകാര്യം ചെയ്തിരുന്നത്. അവിടെ 2 തരം വെള്ളമുണ്ടായിരുന്നു, ഹിന്ദു പാനിയും മുസ്ലിം പാനിയും. ആദ്യമായിട്ട്, അത്രത്തോളം ബാർബേറിയന്മാരായിരുന്നു നമ്മൾ, ഒരു സംശയവുമില്ല. ആ ഇതിൽ നിന്ന് ഒരു പാനി മതി, ഒരു വെള്ളം മതി മനുഷ്യന് കുടിക്കാൻ എന്ന് തീരുമാനിച്ചിട്ട് ആദ്യം ഫയലിൽ ഒപ്പിടുന്ന ആസഫ് അലി ഈ ഫയലിലാണ്. പക്ഷെ പിന്നെ നമ്മൾ ധാരാളം മുന്നോട്ട് പോയി. അവിടെ നമ്മളൊരു തിരിച്ചു നടത്തത്തിൻ്റെ പാതയിൽ കൂടിയാണ്. അത്തരമൊരു തിരിച്ചു നടക്കുന്ന പാതയിൽ നമുക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെ എഴുതാം, എന്തൊക്കെ ചർച്ച ചെയ്യാം എന്നൊക്കെ ഉള്ളതിൽ എവിടേക്കോ വന്നു ചേരുന്ന ചില കെട്ടുപാടുകളുണ്ട്. ആ കെട്ടുപാടുകൾക്കിടയിൽ നിന്ന് കൂടിക്കൊണ്ടാവണം ഷബിനി ഈ പുസ്തകം ചെയ്തത്. ഇതിനൊരു സെക്യുലർ സ്വഭാവമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ രാമായണ മഹാഭാരതമൊക്കെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ബാക്കി, ഇനി അതല്ല ഖുറാനാണെങ്കിലും ഒക്കെ ഇങ്ങനെ ആൾക്കുമെന്ന് വീതിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഇത് മുഴുവൻ. അപ്പം ആ അർത്ഥത്തിൽ ഷബിനി ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് കൂടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഷബിനിയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഷബിനി അവസാനം മറുപടികൾ പറയട്ടെ. അനിൽ വേങ്ങോട്ട് മാഷെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഷബിനി എൻ്റെ വളരെ ദീർഘകാലത്തെ സുഹൃത്താണ്. ഇവിടെ ശ്രീമൻ പ്രതാപൻ തായോട്ട് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ബഹ്റിൻ പ്രവാസികളായിരുന്ന ആളുകളാണ്. പ്രവാസ ലോകത്ത് നിന്ന് ഗൗരവമായ എഴുത്തുകൾ പുറത്തു വരുന്ന ഒരു കാലഘട്ടത്തെ അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റിയിട്ടുള്ള ആളുകളുമാണ് ഞങ്ങൾ. ബെന്യാമിൻ, സുധീഷ് രാഘവൻ, മനോഹരൻ, വി പേരകം, ഈ ഇങ്ങനെ ഇപ്പോൾ മലയാളത്തിലെ തന്നെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സായി വന്ന ആളുകളൊക്കെ ബഹ്റിൻ്റെ തട്ടകത്തിൽ നിന്ന് വന്ന ആളുകളാണ്. ഞങ്ങൾ സുഹൃത്തുക്കളായി ഒരുമിച്ച് സാഹിത്യ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഷബിനി. ഷബിനി അടിസ്ഥാനപരമായി ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ്. അതേ സമയത്ത് ഇവിടെ പ്രതാപൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനിലേക്കുള്ള ഷബിനിയുടെ നോട്ടം വളരെ സെക്കുലറായൊരു നോട്ടമാണ്. ആദ്യകാലത്ത് വളരെ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. അത് കഥയിലേക്ക് നോക്കുമ്പോഴും പുരാണത്തിലേക്ക് നോക്കുമ്പോഴുമൊക്കെ അങ്ങനെ ഒരു നോട്ടമുണ്ട്. ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ഷീൽ ദലേസ്, അദ്ദേഹത്തെ മിഷേൽ ഫൂക്കോ പറഞ്ഞത് 20-ാം നൂറ്റാണ്ട് ദലേസിൻ്റെ നൂറ്റാണ്ടാണ് എന്നാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ചിന്തകരിലെ ഒരാളാണ് ദലേസ്.
ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ജനാധിപത്യം, മനുഷ്യബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് റൈസോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മൾ പുല്ലുകളിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ തണ്ടായിട്ട് പോയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ വേരാഴ്ത്തി അവിടെ ഇവിടെ പൊടിപ്പ് വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, റൈസോമാറ്റിക് ആയിട്ടുള്ള വളർച്ചയെക്കുറിച്ച്. മരം പോലെ അല്ലെങ്കിൽ പിരമിഡ് പോലെ ശ്രേണിബദ്ധമായ അധികാര വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി മനുഷ്യരിലുണ്ടായിത്തീരേണ്ടുന്ന ബന്ധവ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റൈസോമാറ്റിക് ആയിട്ടുള്ള ഈ ബന്ധങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള അധികാര രൂപങ്ങൾ, അങ്ങനെയുള്ള ബന്ധരൂപങ്ങളെക്കുറിച്ച്, അധികാരത്തിൻ്റെ ഒരു പിരമിഡ് സ്ട്രക്ചറിനെതിരായിട്ടുള്ള ഒരു ചിന്തയായിട്ടാണ് ദലേസ് ഈ ബന്ധങ്ങളെ വയ്ക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജ്ഞാനം, പൊതു ജ്ഞാനം എന്ന് പറയുന്നൊരു സംഗതി അങ്ങനെ ഉണ്ടായിത്തീരേണ്ടതാണ്. മധുസൂദനൻ നായരുടെ ഒരു കവിതയുടെ വരി പറഞ്ഞാൽ, അവനവന് വേണ്ടത് അന്നെടുക്കണം, അധികമാരും കരുതി വച്ചിടല എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. നമ്മൾ എടുക്കുന്നു, അതിലേക്ക് ഇടുന്നു. ഭാഷയൊക്കെ നമ്മൾ അങ്ങനെയാണ്, നമ്മൾ നമ്മുടേതായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നു, അതിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നു, അങ്ങനെ കരുതി വയ്ക്കുന്നില്ല. ഈ ബന്ധവ്യവസ്ഥയുടെ സ്വഭാവം നമ്മുടെ ജ്ഞാനത്തിനുണ്ടായിരുന്നു. അത് പതിയെ പതിയെ നഷ്ടമാവുകയാണ്, ജ്ഞാനം സ്വകാര്യവൽക്കരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ തന്നെ വലിയൊരു മേഖലയെ റെൻ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ വലിയ മുതലാളിമാരൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു മുതലാളി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ലോകത്തുണ്ടായ ജ്ഞാനത്തിൻ്റെ ഒരു മേഖലയെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കാലം മറ്റൊരു വിധത്തിൽ നമുക്ക് നമ്മുടെ ജ്ഞാനം നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്, കോമൺ എന്ന് പറയുന്ന അതിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. പക്ഷെ വ്യത്യസ്തമായൊരു ജ്ഞാനവ്യവസ്ഥ, ജനകീയമായൊരു ജ്ഞാനവ്യവസ്ഥ ഈ ലോകത്തുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് മഹാഭാരതം. മഹാഭാരതത്തെക്കുറിച്ച് അതുകൊണ്ടാണ് മഹാഭാരതത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുമ്പോൾ കെ.സി. നാരായണൻ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് എവിടെ നിന്നും പ്ലഗ് ചെയ്യാവുന്ന, ഏത് കാലത്തേക്കും കഥകൾക്ക് പ്രവേശിക്കാവുന്ന, അങ്ങനെ പല കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ട, പല പ്രദേശങ്ങളുടെ സ്വഭാവ സവിശേഷതകളുള്ള, പലതരം ചിന്താധാരകൾക്കകത്ത് പ്രവേശം സാധ്യമാവുന്ന ഒന്നായിട്ട് അത് രൂപപ്പെടുകയാണ് ചെയ്തത്. ആ വളർച്ച ഇന്ത്യയിൽ തുടർന്ന് സംഭവിക്കാനുള്ള സാധ്യതയെ അടച്ചുകൊണ്ടാണ് പ്രതാപൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പുതിയ കാലം വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇത് മഹാഭാരതത്തിന് മാത്രമുള്ളൊരു പ്രശ്നമാണോ എന്നതാണ്. ഇപ്പോൾ സരള മഹാഭാരതം 15-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. സരളദാസ് ആണ് അതിൻ്റെ രചയിതാവ്. ഈ സരളദാസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ നാമം ഈ സരളാദേവിയോട് അടുപ്പമുള്ള, ഇവിടെ നമ്മൾ സരസ്വതി ദേവി എന്നൊക്കെ പറയുന്നത് പോലെ സരളാദേവിയുടെ ഡിസൈപ്പിളായ ഒരാൾ സ്വീകരിക്കുന്ന ഒരു പേരാണ്. കാരണം സരളദാസ് തന്നെ പറയുന്നത്, ഇത് ഞാൻ എഴുതിയതല്ല, ദേവി കടാക്ഷമാണ്, ഞാനിത് കുറിച്ച് വയ്ക്കുന്നേ ഉള്ളൂ. എഴുത്തച്ഛനും അത് തന്നെയാണ് പറഞ്ഞത്. ഈ പദങ്ങൾ എൻ്റെതല്ല, പദങ്ങൾ ഇങ്ങനെ വരികയാണ്, ഞാൻ അതിൻ്റെ ഒരു എഴുത്തുകാരൻ മാത്രമായിരിക്കുന്നു എന്നാണ്. ഇത് എഴുത്തച്ഛനോ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്തോ കവികൾ മാത്രമല്ല പറയുന്നത്. പിറകോട്ട് നോക്കിയാൽ ആളുകളൊക്കെ അവരുടെ ഒരു അസ്തിത്വത്തിൽ നിന്നുകൊണ്ടല്ലാതെ ഇത് മറ്റൊരു പ്രവാഹമാണ് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കുരിപ്പൾ ശ്രീകുമാർ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ കവികൾ പൂർണ്ണമായും ദൈവത്തെ നിരാകരിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്നവരാകാം, കുറിയിടുന്നവരാകാം, നേർച്ച കൊടുക്കുന്നവരുമാകാം, പക്ഷേ അവരടിസ്ഥാനപരമായി ദൈവത്തെ നിരാകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, സൃഷ്ടിയുടെ ആധാരം ഞാനാണ്, ദൈവമല്ല എന്ന് ഏറ്റുപറയുന്നവരാണ്. സരളദാസ് പറഞ്ഞതുപോലെ ഇന്നത്തെ 33 കോടി കവികളുള്ള ഈ കാലത്ത് ഒരു കവിയും പറയത്തില്ല ഇതെഴുതിയത് പരമശിവനാണ്, ഞാനിത് വെറുതെ കുറിച്ചതേ ഉള്ളൂ എന്നൊരു മനുഷ്യനും പറയത്തില്ല. ഇത് ഞാൻ എഴുതിയതാണെന്ന് 1000 തവണ ആണയിടുന്നവരാണ്. അതുകൊണ്ട് സൃഷ്ടി ദൈവത്തിൽ നിന്ന് ഊർന്നു പോവുകയും അത് മനുഷ്യൻ കൈയടക്കുകയും ചെയ്തൊരു കാലത്ത് നിന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അല്ലാതെ മനുഷ്യർ ചിന്തിച്ചൊരു കാലത്തിൻ്റെ തുടർച്ചയിലാണ് സരളദാസ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം ശക്തമായൊരു സമയത്തെ ഒഡീഷയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ടൊരു മൂവായിട്ടാണ് സരളദാസിൻ്റെ കൃതികൾ, പ്രത്യേകിച്ച് സരള മഹാഭാരതം നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം
ഈശ്വരനെ, കൃഷ്ണനെ, മഹാഭാരതത്തിൻ്റെ കഥകളെയൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത് എന്നാണ്. ഇത് വ്യാസമഹാഭാരതത്തിലോ മറ്റു മഹാഭാരത പാഠങ്ങളിലോ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചകളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ അതിൻ്റെ കഥകളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അതിന് നിങ്ങൾ ഈ പുസ്തകം തന്നെ വായിക്കണം. ഞാൻ പറയുന്നത് ഇത് ഹിന്ദു മതത്തിലോ ഹിന്ദു പുരാണങ്ങളിലോ മാത്രം സംഭവിച്ച കാര്യമല്ല. മനുഷ്യൻ ഞാൻ തിയോളജിക്കലി ആണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നതിന് ഉടുപ്പിടണോ വേണ്ടയോ എന്നൊരു തർക്കം ഈ ദിവസങ്ങളിൽ വന്നു. അത് പൊതുവെ നമ്മുടെ പത്രങ്ങളും ഇവിടുത്തെ പൊതുമീഡിയ ഒക്കെ നമ്മളോട് പറയുന്നത് ദൈവവിശ്വാസി അല്ലാത്തവരും ദൈവവിശ്വാസികളും തമ്മിലുള്ളൊരു തർക്കം എന്ന നിലയിലാണ്. ആണോ? കസൻസാക്കിസ് ക്രിസ്തുമതത്തിനകത്ത് നടത്തുന്ന വലിയൊരു റവല്യൂഷനുണ്ട്. അല്ലെങ്കിൽ റവല്യൂഷൻ ഈ ഒരു ഇപ്പോൾ നമ്മൾ വിമോചന ദൈവശാസ്ത്രക്കാർ വന്ന് ക്രിസ്ത്യൻ തിയോളജി നടത്തുന്ന ഒരു വലിയ ഇടപെടലുണ്ട്. പ്രൊട്ടസ്റ്റൻ്റുകാർ വന്ന് ക്രിസ്ത്യൻ തിയോളജിയിൽ നടത്തുന്ന വലിയ ഇടപെടലുകളുണ്ട്. തിയോളജിയുടെ ഒരു ചരിത്രമുണ്ട്. അത് KGS പാടിയതുപോലെ കണ്ടാണ് സാർ ഈ കടലൊക്കെ വലുതായത് എന്ന് പറയുന്നത് പോലെ ദൈവത്തെ തന്നെ നമ്മൾ അറിഞ്ഞറിഞ്ഞ് കണ്ടു വലുതാവുന്നൊരു കാര്യമാണ്. അത്ര സങ്കുചിതമായൊരു കാര്യമല്ല. ദൈവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന, ദൈവചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരിടത്തു നിന്നല്ല അതിൽ നിന്ന് ഇറങ്ങുന്നത്. അത് നിരന്തരം വലുതാകുന്ന, അത് ഈ പ്രപഞ്ചത്തെക്കാളും വലുതാവുന്ന ഒരു പ്രതിഭാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ സഞ്ചരിച്ചില്ലെങ്കിൽ അയാൾ എങ്ങനെ വിശ്വാസിയാവുക? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ കസൻസാക്കിസ് ചോദിക്കുന്നുണ്ട്, യൂദാസ് യേശുവിനെ ഒറ്റി എന്നാണല്ലോ സാധാരണ വിശ്വാസികൾ വിചാരിക്കുന്നത്. ജീസസ് ജനിച്ചതും ജീസസ് കുരിശേറിയതും ഒരു ദൈവ നിശ്ചയമാണെങ്കിൽ ആ കുരിശേറ്റത്തിനുള്ള വഴി ഒരുക്കിയതും ദൈവനിശ്ചയം തന്നെയല്ലേ? അപ്പോൾ ദൈവം പ്ലാൻ ചെയ്തൊരു നാടകത്തിൻ്റെ തനിക്ക് അർഹതപ്പെട്ട ഒരു റോൾ അഭിനയിക്കുക മാത്രമല്ലേ യൂദാസ് ചെയ്തത് എന്ന് കസൻസാക്കിസ് ചോദിക്കുന്നുണ്ട്. ഇതാണൊരു ഒരു 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 ശരിയായ വിശ്വാസിയുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് സമാനമായ ചോദ്യം സരളാദാസ് ഇതിൽ ചോദിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ കസൻസാക്കിസ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചോദിച്ച ചോദ്യം 15-ാം നൂറ്റാണ്ടിലെ കഥാരഹതിബയിൽ ചോദിക്കുന്നുണ്ട്. അവിടെ കൊല്ലുന്നത് എല്ലാം കൃഷ്ണനാണ്. എല്ലാ മരണങ്ങളുടെയും ഉത്തരവാദി കൃഷ്ണനാണ്. പല രൂപങ്ങളിൽ വന്ന് കൊലയ്ക്കുള്ള ഇടമുണ്ടാക്കുന്നു എന്നുള്ളതല്ല, പല റോളുകൾ ചെയ്യും. ഇപ്പോൾ ഒരു നാടകം ശ്രീമാൻ പ്രതാപൻ പറഞ്ഞൊരു നാടകം ഇവിടെ കളിക്കുകയാണെന്നിരിക്കട്ടെ, ഞാനും അതിലെ ആക്ടറാണെങ്കിൽ സംവിധായകൻ പറയും പോലെ കളിക്കാനല്ലേ നമുക്ക് അവകാശമുള്ളൂ. സംവിധായകൻ പറയാത്ത കളി കളിച്ചാൽ അത് നാടകമാവില്ലല്ലോ. അപ്പോൾ സംവിധായകൻ സൃഷ്ടിയുടെയും സംവിധാനത്തിൻ്റെയും ചുമതല ദൈവത്തിലെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിൽ അഭിനയിക്കുന്ന ആളുകളുടെ ഈ അഭിനയത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളെയും എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക? ഒരാൾ വില്ലനും ഒരാൾ നായകനുമാക്കി നിങ്ങൾക്ക് കേവലം നിർത്താൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഇത് ഈശ്വരചിന്ത തന്നെയാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ കസൻസാക്കിസ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ക്രിസ്തുമതത്തിൽ ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ഈ ചിന്തയും 15-ാം നൂറ്റാണ്ടിൽ സരളദാസ് നടത്തുന്ന ഈ ചിന്തയും ചേരുന്നുണ്ട്. ഇതൊക്കെ തിയോളജിക്കൽ ചിന്ത, ഈ ഈശ്വര ചിന്തയ്ക്ക് അകത്ത് തന്നെ നടക്കുന്ന, മതചിന്തയ്ക്ക് അകത്ത് തന്നെ നടക്കുന്ന ഒരു വലിയ തുറസിൻ്റെ പ്രക്രിയയാണ്. അതൊരു പ്രധാനപ്പെട്ട വളർച്ചയാണ് എന്നുള്ളതാണ്. ഈ വളർച്ചയാണ് പുതിയ കാലത്ത് അടയ്ക്കുന്നത്. അതാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ പൊൻകുന്നം വർക്കി ചോദിച്ചു, പള്ളിച്ചുവരിന്മേൽ മൂത്രമൊഴിച്ച ആ ആളിനെ പിടിച്ച് ശിക്ഷിക്കാൻ നേരത്ത് ഇപ്പോൾ പൊൻകുന്നം വർക്കി ചോദിച്ചു, സർവ്വവ്യാപിയാണല്ലോ ഈശ്വരൻ, ഞാൻ എവിടെ മൂത്രം ഒഴിച്ചാലും അത് ദൈവത്തിൻ്റെ മുമ്പിലാവില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇത് അക്ക മഹാദേവി മറ്റൊരു തരത്തിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ എടുത്തുള്ളിൽ വയ്ക്കുമ്പോൾ അങ്ങ് ഈ സർവ്വതിൻ്റെയും ആധാരമായി നിറഞ്ഞു നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാനും നീയും തമ്മിൽ ഭേദമില്ലാതെ വരുമ്പോൾ ഈ സർവവും നിനക്കല്ലേ? ഇപ്പോൾ കർണാടക സംഗീതത്തിൽ പ്രശസ്തമായ ഒരു കീർത്തനമുണ്ട്, ആടും ചിദംബരമോ അയ്യനാടും ചിദംബരമോ എന്ന് തുടങ്ങുന്ന. ചിദംബരത്തെക്കുറിച്ചുള്ള കവിയുടെ സംശയം, ഇത് ചിദംബരനാഥൻ ആടുന്ന ചിദംബരമാണോ, ഈ ചിദംബരത്തിൻ്റെ ആട്ടം തന്നെ
അങ്ങാണോ എന്നതാണ് ചോദ്യം. ഈ ചിദംബരത്തിൻ്റെ ആട്ടം തന്നെ അങ്ങാണ് എന്ന് പറയാനാണ്, അദ്വൈതത്തെക്കുറിച്ച് പറയാനാണ് അത് പറയുന്നത്. മനസ്സിലായി? ഈ ചിദംബരം എന്ന് പറയുന്ന ആ നഗരം മുഴുവൻ ആടുന്നത്, അല്ലെങ്കിൽ ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ ആടുന്നത് അങ്ങാണെന്ന് പറയുകയാണ്. ഈ തരത്തിലുള്ള ഒരു 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 ഡെവലപ്മെൻറ്റ് നമ്മുടെ ദൈവചിന്തയിൽ, നമ്മുടെ മതചിന്തയിൽ രൂപപ്പെടുന്നതിൻ്റെ ഗംഭീരമായൊരു തുടക്കമാണ്, ഒരു 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 വെർഷനാണ് സരളമഹാഭാരതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇത് വലിയ വലിയ ചരിത്രമുള്ള ഒരു 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 കാര്യമാണ്. ഇതിനെ പുതിയ കാലത്ത് അടയ്ക്കുന്നു എന്നുള്ളതാണ്. അവിടെ വച്ചിട്ടാണ് ഇതിൻ്റെ കാലിക പ്രസക്തി ഉണ്ടാകുന്നത്. ഇപ്പോൾ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇതിനകത്ത് പറയുന്നു. മരണവുമായി ബന്ധപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഇതിനകത്തുണ്ട്. യുധിഷ്ഠിരനും ഈ പാണ്ഡവരുടെ മരണവുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മഹാജൈനൻ്റെ ശ്രാവണബെൽഗോളയിൽ നിൽക്കുന്ന മഹാപ്രതിമയുണ്ട്. ജൈനൻ്റെ പ്രതിമയാണ്, മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, കൈയൊക്കെ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിമയാണ്. ആ താഴെ നിന്ന് വള്ളിച്ചെടികളൊക്കെ പടർന്നു കയറി നിൽക്കുന്നതാണ് ആ ശില്പം. ഗംഭീരമായ ശില്പമാണ്. ഇന്ത്യയിലെ നമുക്ക് കാണാൻ പറ്റുന്ന ശില്പങ്ങളിൽ വലിയ ഗംഭീരമായ ശില്പമാണ്. എന്തൊരു ഉയർച്ചയിലാണ് ആ ശില്പത്തെ, ആ മരണത്തെ കൺസീവ് ചെയ്തിരിക്കുന്നതെന്നറിയാമോ? മരണത്തിന് മുമ്പിൽ സറണ്ടർ ആവുന്ന നിൽക്കുന്ന നിപ്പാണ്. നമ്മുടെ ഈ പുതിയ കാലത്ത് നമ്മൾ ഈ മറ്റേ ഇതുണ്ടല്ലോ, ICUവിൽ കിടന്ന് മരിക്കുന്ന മരണമുണ്ടല്ലോ, വെന്റിലേറ്ററിൽ കയറി മരിക്കുന്ന മരണമല്ല. മരണത്തിന് മുമ്പിൽ സർവവും സധൈര്യം സറണ്ടർ ആവുന്ന ഉജ്ജ്വല മരണമാണ്. അങ്ങനൊരു മരണത്തെ അസാധാരണമാം വണ്ണം ഈ പാണ്ഡവരുടെ അവസാന കാലത്തെ വെച്ചുകൊണ്ട് സരളദാസ് ചെയ്യുന്നുണ്ട്. അത് ഇതിനകത്തുണ്ട്. എങ്ങനെ മരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതുപോലെ പ്രധാനമാണ് എങ്ങനെ മരിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിധത്തിൽ തത്വശാസ്ത്രപരമായും തിയോളജിക്കലായും ഒക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന, ഇന്ത്യൻ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുന്ന, ഒരുപക്ഷെ ഈശ്വരചിന്തയ്ക്ക് അകത്ത് തന്നെ നിൽക്കുന്ന, നാസ്തികതയിലേക്ക് വഴിമാറിക്കൊണ്ടല്ല, അതിനകത്ത് തന്നെ നിൽക്കുന്ന വൈവിധ്യത്തിൻ്റെ ഒരു ഉയർന്ന വളർച്ചയായിട്ട് വേണം നമ്മൾ സരള മഹാഭാരതത്തെ കാണാൻ. അത് ദീർഘകാലം അത് അടഞ്ഞു കിടന്ന ഒരധ്യായമാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം മലയാളം ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിട്ട് കൂടിയും ഇങ്ങനൊരു പുസ്തകമുള്ളത് കേട്ടിട്ടില്ല എന്ന്. മഹാഭാരതത്തെക്കുറിച്ച് കേവലം നന്നായി പഠിച്ച പല ആളുകൾക്ക് പോലും ഇരളടഞ്ഞു കിടന്നൊരു മേഖലയാണ്. ആ മേഖലയാണ് ശബനി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അത് പുതിയ കാലത്ത് പ്രസക്തമാവുന്നത് ഈ സ്വാതന്ത്ര്യം, ഈശ്വരനെ തന്നെ നമ്മൾ പ്രാപിക്കുമ്പോൾ, ഈശ്വരനെ ഈ പ്രപഞ്ചത്തെക്കാൾ വലിയൊരു ശക്തിയായി അതിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അടച്ചു പിടിക്കുന്നതാരാണ്? മോരും വെള്ളത്തിലോ പഴഞ്ഞു വെള്ളത്തിലോ ആണ്ടുപോയ ഒരു നായരാണോ നിശ്ചയിക്കുന്നത് ഈ ഉടുപ്പിടണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത്? എവിടെ നിന്ന് ഞാൻ ദൈവത്തെ വിളിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത്? ആരാണ് എൻ്റെ പാഞ്ചാലി എന്ന് തീരുമാനിക്കുന്നത്? ആരാണ് എൻ്റെ കൃഷ്ണൻ എന്ന് തീരുമാനിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഭക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ സഞ്ചരിക്കേണ്ടുന്ന വിശാലമായൊരു ഭൂപടത്തെ, അല്ലെങ്കിൽ നേരത്തെ ദലേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ വളരെ റൈസോമാറ്റിക്കായി നമ്മൾ ഘടിപ്പിക്കുന്ന, ഈ ജീവിതത്തിലേക്ക് ഘടിപ്പിക്കുന്ന ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും സ്വതന്ത്ര ചിന്തയുടെയും ഒക്കെ ഈ തലങ്ങളെ മുറിക്കുന്ന ഈ കാലത്ത് ഇത് അസാധാരണമായ പ്ലഗിങ്സ് ഉള്ള, പല വഴിക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യതയുള്ള ഒന്നായിട്ട്, ഒരുപക്ഷെ മഹാഭാരതത്തെ തന്നെ നമ്മുടെ പേരും പ്രായം കൂടിയതുകൊണ്ട് പേര് മറന്നു പോകുന്നുണ്ട്, കുട്ടിക്കൃഷ്ണമാരാർ ചെയ്തതുപോലെ, ഭാരത പര്യടനത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ ചെയ്തതുപോലെ, ആരാണ് അർജുനൻ, ആരാണ് കൃഷ്ണൻ എന്നൊക്കെ നമ്മളോട് ഗംഭീരമായി പറഞ്ഞൊരു പുസ്തകമാണല്ലോ. ഭാരത പര്യടനം വായിക്കാതെ നമുക്ക് മലയാളത്തിൽ ഒരു വായനയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്തതുപോലെയുള്ള ആ ജനുസിൽ വരുന്ന ഒരു ശ്രമമാണിത്. അത് കണ്ടെടുക്കാൻ ശബിനി കാണിക്കുന്ന ഒരു ഊർജമുണ്ടല്ലോ,
ഈ കാലത്ത് അത് പോയി കണ്ടെടുക്കാൻ കാണിക്കുന്ന ഊർജ്ജമാണ് ഈ കാലത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിപൂർവമായ ഒരു പ്രവർത്തനം. അത് തിയോളജിക്കലാണ്, അത് പൊളിറ്റിക്കലാണ്, അത് ആത്മീയമാണ്. അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. BC മോഹൻ അയിലൂർ അധ്യാപകനാണ്, എഴുത്തുകാരനാണ്. വേദിയിലെയും സദസ്സിലെയും പ്രിയമുള്ളവരെ, ഇന്ന് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലുള്ള ഭാഗ്യം, സന്തോഷം മറച്ചു വയ്ക്കുന്നില്ല. എല്ലാവിധ ഭാവുകങ്ങളും ഇതിൻ്റെ സംഘാടകർക്കും നൽകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വായനക്കാരൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ആദ്യം ചോദിച്ചത് അല്ലെങ്കിൽ ആദ്യം ചർച്ച ചെയ്യാൻ മുൻകൈ എടുത്തത് ബ്രക്താണ്. നിങ്ങളുടെ പുസ്തകത്തിൽ, നിങ്ങളുടെ എഴുത്തിൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ ഞാൻ രണ്ടാമത്തെ താള് വായിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ പുസ്തകം എൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുകയുള്ളൂ. ഇത് ഇന്നത്തെ കാലത്ത് ഇന്നിറങ്ങുന്ന ലക്ഷക്കണക്കിന് പുസ്തകങ്ങളോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് എത്താൻ കഴിയില്ല. കാരണം എന്നെക്കുറിച്ച് പറയാത്ത, എന്നെക്കുറിച്ച് സൂചിപ്പിക്കാത്ത രചനകളാണ് ഈ കാലത്ത് ഭൂരിഭാഗവും ഇറങ്ങുന്നത്. അവിടെയാണ് മഹാഭാരതം സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നതിൽ കോടാനുകോടി മനുഷ്യരിൽ ആര് തന്നെ ആ പുസ്തകത്തെ എടുത്താലും അവരെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിൽ പറയാത്ത ഒരു ജീവിത കൽപ്പനകളും വെളിയിലില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ KC നാരായണൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അല്ലെങ്കിൽ ആ ഓർമ്മപ്പെടുത്തലും കൊണ്ട് വേണം നമുക്ക് ആദി ഗ്രന്ഥങ്ങളെ സമീപിക്കാൻ. അതിലേറ്റവും വയബിളായ ഒരു പുസ്തകം തന്നെയാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിൻ്റെ വേർഷൻസ് പലയിടങ്ങളിലായിട്ടുണ്ട്. നേരത്തെ അനിൽ സാറ് സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു മാറ്റം വന്നിട്ടുള്ളത്, പഴയ കാലത്ത് ദൈവങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ എഴുതുന്നു എന്നിടത്തു നിന്ന് ഇന്ന് ഇത് ഞാൻ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ് എഴുതുന്നത് എന്ന തലത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്, ജനാധിപത്യ പ്രഖ്യാപനം കൂടിയാണ്. ആ തരത്തിൽ ആ ഒരു നിലപാട് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്വതന്ത്ര സോഫ്റ്റ്വെയറെ പിൻപറ്റിക്കൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളെയും, എല്ലാ ആദി ഗ്രന്ഥങ്ങളെയും സ്വതന്ത്രമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ഗുണഫലമായിട്ട് കൂടിയാണ് നമുക്ക് ഇന്ന് ഈ വേദിയുടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പം മഹാഭാരതത്തെക്കുറിച്ച് ഒരുപാട് അതിനെ അവലംബിച്ചിട്ടുള്ള ഒരുപാട് കൃതികൾ നമ്മുടെ രാജ്യത്തിൽ, ലോകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാമായണത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ തന്നെ ഇയ്യങ്കോട് ശ്രീധരൻ്റെ എത്രയെത്ര രാമായണങ്ങൾ എന്ന ഒരു പുസ്തകം, വളരെ ചെറിയ പുസ്തകമാണ്, പക്ഷെ അതിൽ ചോദിക്കുന്നത് എത്രയെത്ര രാമായണങ്ങളാണ്. പക്ഷേ ഇന്ന് മാറിയ ഇന്ത്യൻ ഭരണകാലചക്രത്തിനിടയിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രയെത്ര രാമായണങ്ങളെന്നോ എത്രയെത്ര പുരാണങ്ങളെന്നോ ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരേ ഒരു രാമൻ, ഒരേ ഒരു രാമായണം, ഒരേ ഒരു ഭാരതം. അത് പഴയ വേർഷനിലുള്ളതല്ല. ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ ആർഷഭാരതത്തിൻ്റെ മുറ്റത്ത് ഞങ്ങൾ നട്ടു വളർത്തിയ ഭാരതമാണ് ഭാരതം, ഞങ്ങൾ നട്ടു വളർത്തിയ രാമായണമാണ് രാമായണം, ഞങ്ങൾ പറഞ്ഞ സനാതനമാണ് സനാതനം എന്നുള്ളിടത്തേക്ക് നമ്മുടെ കാലം എത്തിക്കൊണ്ടിരിക്കുന്ന ഇടത്തുകൂടിയാണ് വേറിട്ട വായനകളുമായിട്ട് നമ്മുടെ ഇവിടുത്തെ മുഖ്യാതിഥി ഇവിടെ ഈ വേദിയിലുള്ളത്. തീർച്ചയായും ഈ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് എന്നതിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാകും, പ്രാർത്ഥനയും എല്ലാം ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം പുസ്തകങ്ങളെ തേടിപ്പിടിച്ച് വായിക്കാനുള്ള ഒരു പ്രേരണയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സുഹൃത്തുക്കളെ, അനിൽ മാഷും അയിലൂർ മാഷും പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു സമകാലീന ഇതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും എന്താ കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞതെന്താണ് എന്നുള്ളതൊക്കെ മാറിയിട്ട്
ഞാൻ തന്നെയാണ് ദൈവം എന്ന് കരുതുന്ന എഴുത്തുകാരും കവികളും നമ്മുടെ ഇടയിൽ ഇപ്പോഴുണ്ട്. അത് നമ്മുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അത് നന്മയാണോ തിന്മയാണോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇത്തരമൊരു പുസ്തകം, ഒരു വേറിട്ട പുസ്തകം, വേറിട്ട ചിന്ത, അത് എഴുതുന്നത് ബഹ്റിനിൽ നിന്നാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രവാസിയാണ് എഴുതുന്നത് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷവും ആനന്ദ കാഴ്ചയും നമുക്കുണ്ടത്. അത്തരമൊരു പുസ്തകത്തിൻ്റെ എഴുത്തനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഷബിനി സംസാരിക്കട്ടെ. നമസ്കാരം. പുസ്തകം ഈ കാലത്തിൽ ഇത്രമാത്രം പ്രസക്തമാണ് എന്നും ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സാധിച്ചു എന്നുള്ളതിലും ഇപ്പോൾ ഒരു അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇത് ഒരു 10 വർഷം മുമ്പുള്ള ഞാൻ ഒരിക്കലും മഹാഭാരതത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതി പോകുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ശകുനി പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു 8 വർഷം മുൻപാണ് അതിനെക്കുറിച്ചുള്ള ഒരു തോട്ട് വരുന്നതും. മഹാഭാരതമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വായനകൾ ആവശ്യമായിരുന്നു. അങ്ങനെ 8 വർഷം എഴുത്തിലായിരുന്നില്ല, അതുമായി ബന്ധപ്പെട്ട വായനകൾ ധാരാളം നടന്നിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സരള മഹാഭാരതം എന്ന പുസ്തകത്തെക്കുറിച്ച് കേൾക്കുന്നതും അത് നമുക്ക് വായിക്കാവുന്ന തരത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ ഒഡിയയിലല്ലാതെ മറ്റു ഭാഷകളിലൊന്നും വന്നിട്ടില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഓൺലൈനിലൊക്കെ നമ്മളിങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും മഹാഭാരതം, എനിത്തിങ് റിലേറ്റഡ് ടു മഹാഭാരതം എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൽ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ കിട്ടാൻ എന്നെ കാരശ്ശേരി മാഷാണ് സഹായിച്ചിരുന്നത്. അപ്പം അത്രയും പുസ്തകങ്ങളൊക്കെ വായിച്ചു. അത് കഴിഞ്ഞ് സരള മഹാഭാരതം എന്നൊരു പുസ്തകത്തെക്കുറിച്ച് ഇംഗ്ലീഷിലുള്ള 1-2 ആർട്ടിക്കിൾ വായിക്കുമായിരുന്നു. അത് ഡോക്ടർ BN പട്നായക്, അദ്ദേഹം കാൺപൂർ IITയിലെ ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ വായിക്കുകയും പിന്നീട് അദ്ദേഹത്തെ അപ്പോഴേക്ക് ശകുനിയൊക്കെ എഴുതി കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് സരള മഹാഭാരതത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഒരിക്കൽ കാരശ്ശേരി മാഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ ഒരു സരള മഹാഭാരതം ഉണ്ട്, അതേക്കുറിച്ച് കൂടുതൽ അതിലെ ഓരോ കഥകളും നമുക്ക് തികച്ചും വ്യാസഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമായി 15-ാം നൂറ്റാണ്ടിൽ അങ്ങനെയൊന്നും എഴുതപ്പെട്ടിരുന്നു എന്നത്. അന്ന് വരെ ബ്രാഹ്മണർ മാത്രമാണ് മഹാഭാരതത്തിൻ്റെ ഓരോ ഭാഷകളിലും ട്രാൻസ്ലേഷനോ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചനകളോ നടത്തിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം ആദ്യമായാണ് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾ മഹാഭാരതത്തിൻ്റെ വിവർത്തനം നടത്തുന്നത് എന്നതുകൂടിയാണ്. സരള മഹാകവി, അവിടെ ഒഡിയയിലെ മഹാകവിയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സരള കവി ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് എഴുതുന്നത്. അത് തീർച്ചയായും വ്യാസഭാരതത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ അല്ല, അതൊരു പുനരാഖ്യാനം കൂടിയായിരുന്നു. കൂടുതൽ പ്രാദേശികവൽക്കരിച്ചുകൊണ്ട് അവിടുത്തെ നാട്ടുഭാഷകളും നാടൻ രീതികളും ഒക്കെ ഇതിൽ ശിവനൊക്കെ ഇരുന്ന് ശിവൻ പാർവതിയുടെ മടിയിലിരുന്ന് പാർവതി പേൻ നോക്കി കൊടുക്കുന്നു എന്നൊക്കെ സരള മഹാഭാരതത്തിൽ കവി ആ കാലത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഗ്രാമീണരുടെ ജീവിത രീതികളുമൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അതിലെ ദൈവങ്ങളും മനുഷ്യരുമൊക്കെ ഒരുമിച്ചുള്ള ഒരു കഥാപശ്ചാത്തലമായിട്ട്. അപ്പോൾ അത് വളരെ കൗതുകം തോന്നി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കാരശ്ശേരി മാഷുമായിട്ട് സംസാരിക്കുമ്പോൾ മാഷ് വെച്ചു, ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ലല്ലോ, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ചെയ്താൽ നന്നായിരിക്കില്ലേന്ന്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ കഥകളായിട്ടൊന്നും ഒരു പുസ്തകവും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഡോക്ടർ BN പട്നായക്, അദ്ദേഹം മഹാഭാരതത്തിൻ്റെ റിസർച്ച് ചെയ്തിട്ടുള്ള കുറച്ച് എസ്സേസ് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസർ ആയതുകൊണ്ട് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രബന്ധങ്ങൾ അത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അതിൽ നിന്ന് കഥകൾ ഉണ്ടാക്കുക എന്നുള്ള എളുപ്പമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം കുറേ കഥകൾ പറഞ്ഞു തന്നു. അങ്ങനെ ആ പറഞ്ഞ് കേട്ടറിഞ്ഞതും എസ്സേസിൽ നിന്ന് കളക്ട് ചെയ്ത് കഥകളാക്കിയതുമായ കുറച്ച് കഥകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ കഥാരഹിതിബയിൽ വരുന്ന കഥാരഹിതിബ എന്നത് ഒരു കഥ എന്ന് നിലനിൽക്കും എന്ന ഒഡിയ ഭാഷയിലെ അർത്ഥമാണ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ അതിൻ്റെ പശ്ചാത്തലവും ആളുകളും ഒക്കെ മാറിക്കഴിഞ്ഞാലും സ്വന്തം പ്രവൃത്തി എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് യുധിഷ്ഠിരൻ പറയുന്ന ഒരു ഭാഗമാണത് സരള മഹാഭാരതത്തിലെ. അത്തരത്തിൽ ഈ കാലത്ത് പറഞ്ഞു വെക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ കവി പറയുന്നുണ്ട്. അതിനെ മലയാളത്തിൽ എത്തിക്കുക, മലയാളത്തിൽ ധാരാളം മഹാഭാരതം എന്നതൊരു മതത്തിൻ്റെ മാത്രം ഗ്രന്ഥമല്ലെന്നും അതിലുള്ള അതിൻ്റെ ഒരു വൈവിധ്യങ്ങളെയും കൂടുതൽ മനുഷ്യർ മനസ്സിലാക്കുകയും വായനക്കാരിൽ എത്തിക്കുകയും എന്നതൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ പുസ്തകം ഉണ്ടാവുന്നത്.
തീർച്ചയായും പ്രതാപൻ തായട്ട് അതിനെ വളരെ സപ്പോർട്ട് ചെയ്യുകയും ഞാൻ വിളിച്ച് പറഞ്ഞ ഉടനെ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, പ്രസിദ്ധീകരിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ച ഉടനെ അദ്ദേഹം തീർച്ചയായും അടുത്ത മാസം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയായിരുന്നു ഹരിതം ബുക്സ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് അതുപോലെ അനിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അനിലിനെ കുറേ കാലത്തിന് ശേഷം കേൾക്കാൻ പറ്റിയതുകൊണ്ട് അനിലിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. വേറെ ഏതോ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്ന പോലെ ഒരു നല്ല സാഹിത്യ പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. എല്ലാവർക്കും നന്ദി, സ്നേഹം. താങ്ക് യു. സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ നമ്മൾ മീറ്റിങ്ങുകളൊക്കെ എപ്പോഴാണ് അവസാനിക്കുക, കഴിഞ്ഞു കിട്ടുക എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ഇരിക്കുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും ഞാനൊക്കെ ഇത് പെട്ടെന്ന് തീർന്നു പോയതിൻ്റെ എല്ലാ ദുഃഖവുമുണ്ട്. കുറേ കൂടി സമയങ്ങൾ കിട്ടണമായിരുന്നു. എല്ലാവർക്കും നന്ദി, 1000 നന്ദി.